വരുന്ന 14-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. താൻ ഫോൾഡിംഗ് സെക്ഷനിലല്ലേ? വാസുവിടെ വാസുവിടെ കിടന്ന് ഉറങ്ങും.
ഏയ് ഡോ, ചുമ്മാ ഇവിടെ ഗുഡ് മോർണിംഗ് സാർ. ഇവിടെ വരണം. ഇന്നലെ ഫണ്ട് പിരിവിന് പോയതാ, വല്ലാത്ത ക്ഷീണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി കിടന്ന് തുടങ്ങും. മേലാൽ ഇത് ആവർത്തിച്ചാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ആവോ ഒന്ന് സാറേ, എന്റെ കഞ്ഞി പാറ്റിയിടിക്കല്ലേ. ഒന്ന്, രണ്ട്, 34, 35, 36, 40, 41, 42. കഴിച്ചേ ഒരു സൂപ്പർവൈസർ. എന്റെ തള്ള കുളിയെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമുക്ക് സ്മാളൊക്കെ അക്കന്നെ പോയി രാജ, ആ ബോംബെയിലെ ഓർഡർ വന്ന 60 ഇഞ്ച് വരും. എന്നാലേ പാർട്ടിക്ക് സമയത്തിന് സാധനം സപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് നിർത്തല. 9 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് മതി ഫാക്ടറി കാര്യങ്ങളുണ്ട്. വെരി ഗുഡ്. ഓ, ഉത്തരവ്. രാവിലെ എവിടെ പോയിരുന്നു? ഞാൻ വണ്ടിയായിട്ട് വന്നപ്പോൾ വീട്ടിൽ കണ്ടില്ല. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ ഒന്ന് പോകേണ്ടിയിരുന്നു. അത്യാവശ്യത്തിന് പോകണമെങ്കിൽ കൊള്ളാം. ആവശ്യത്തിന് ആളെ കിട്ടിയാൽ മതി. എന്താ സാറ് വരുന്നില്ലേ? വരുമോ നോക്ക്. എന്താ സാറേ, പോകണ്ടേ? മിനിമോൾക്ക് എന്ത് പറ്റി? വരുന്നില്ലേ? എന്താ ടീച്ചർ മിനിക്കുട്ടിയെ വഴക്ക് പറഞ്ഞോ? എന്ത് പറ്റി മോളെ? എന്താന്ന് വെച്ചാ പറ. എന്തെങ്കിലും ഒന്ന് പറ സാറേ, സാറിനും കേൾക്കാമല്ലോ. എനിക്ക് തോന്നണ്ട. വെരി ഗുഡ്. കാര്യം പറയാതെ എങ്ങനെ? 2 minutes late ആണ് അറിയാമോ?
ഓ അതാണോ കാര്യം? പൊന്നുമോളെ, വരുന്ന വഴിക്ക് റോഡ് ബ്ലോക്കായി, അതുകൊണ്ടല്ലേ? മിനിമോളെ ഒന്ന് ചിരിച്ചേ. മിനിമോള് ചിരിച്ച അങ്കിൾ ഒരു തമാശ പറയാം. പണ്ട് അങ്കിൾ മിനിക്കുട്ടിയുടെ അത്ര ഉള്ളപ്പോ സ്കൂളിൽ വെച്ച് അങ്കിളിനൊരു അബദ്ധം പറ്റി. അബദ്ധമല്ലേ പറ്റാറുള്ളൂ, പറ്റിന്ന് പറഞ്ഞ പോരെ. ചുമ്മാ തമാശ പറയുന്നു. ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു നിശബ്ദരായിരിക്കണമെന്ന്. എന്ത് പറഞ്ഞു? എനിക്കറിയില്ല. വെരി ഗുഡ്. ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു ഒരു മുട്ടുസൂചി നിലത്ത് വീണാൽ കേൾക്കണം, അത്രയ്ക്ക് നിശബ്ദരായിരിക്കണം. ഞങ്ങളെല്ലാവരും ശ്വാസം പിടിച്ച് കയ്യും കെട്ടി ടീച്ചറെ നോക്കിയിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അങ്കിള് ടീച്ചറിനോട് ചോദിച്ചു, എന്താ ടീച്ചറെ മുട്ടുസൂചി വീഴാത്തതെന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വരൂ അങ്കിൾ. അങ്കിളിന്റെ കയ്യിൽ നിന്ന് വിടുമോളെ. അങ്കിൾ അകത്തേക്കല്ലേ വരുന്നത്? വാമൻ. എടാ വേണു, മറ്റന്നാ 1-ാം തീയതിയാണ്. ഗുരുവായൂർക്ക് പോകുന്ന ദിവസമാണ്. അമ്മയോടും സിന്ധുവിനോടും വരാൻ പറയണം. അമ്മ വരുമെന്ന് തോന്നുന്നില്ല. മഞ്ഞും തണുപ്പ് പറ്റ അമ്മ കിടപ്പിലായി. പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം. മിനിമോള് പറഞ്ഞൊന്ന് പറഞ്ഞാ മതി അങ്കിൾ. ഓ പറയാം സാറേ. ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇട വേണു, ഇവളെ കല്യാണം കഴിക്കുന്നവന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ. ദിവസവും ഇങ്ങനെ ചെരുപ്പൂരി തരുന്നേനെ ശമ്പളം തരണം അല്ലേ രാജ? ആ എത്രയെന്ന് വെച്ചാൽ അങ്കിളിനോട് വാങ്ങിച്ചു. വെരി ഗുഡ്. മോളെപ്പോ വന്നു? ഞാൻ എപ്പോഴും വന്നു. മോളുടെ പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതെയോ? മമ്മി മമ്മി, എന്റെ അടുത്തിരുന്ന കുട്ടി ഞാൻ എഴുതിയത് കോപ്പി അടിച്ചു. അത് ടീച്ചർ കണ്ടു. എന്നിട്ട് ആ കുട്ടി പേടിച്ച് മൂത്രം ഒഴിച്ചു. മമ്മി എന്റെ മോള് കാപ്പി കുടിക്കാം. നീ എവിടെ ആയിരുന്നു? ഞാൻ അകത്തുണ്ടായിരുന്നു. ചേട്ടൻ വന്ന് അറിഞ്ഞില്ല. വേണുട്ടാ, സിന്ധുവിനെ കണ്ടിട്ട് എത്ര ദിവസമായി? ഒന്ന് വരാൻ പറയോ? നിനക്കൊന്ന് അങ്ങോട്ട് വന്നൂടെ? ഞാൻ അവളോട് വരാൻ പറയാം. മിനിക്കുട്ടി താഴെ ഇറങ്ങ. രാജാ, നീ ചെന്നാ ഷർട്ടും പാന്റും മാറ്റ്, അല്ലെങ്കിൽ അവൾ മുഴുവൻ അഴുക്കാക്കും. ഞാൻ പറ. ആഹാ, സാർ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് അടിക്കുകയാണോ? എനിക്ക് പറ്റിയതൊന്നും ഇല്ലല്ലോ. അങ്കിളിന് അച്ചപ്പം വേണോ? വേണ്ട, മോള് കഴിച്ചു. എന്നാ ബിസ്ക്കറ്റ് കഴിച്ചു. വെരി ഗുഡ്. കൊരങ്ങേ, താഴെ ഇറങ്ങ. പെണ്ണ് മരം കയറുന്ന കണ്ടില്ലേ? ഇവിടെ വാടി. നീ എന്തിനാ പച്ചമാങ്ങ പറിച്ചു തിന്നുന്നത്? ഞങ്ങൾ അറിയാതെ വല്ല ഒപ്പിച്ചോ? ചേട്ടാ, ആ, ഈ ചേട്ടൻ കഞ്ഞിക്ക് ചമ്മന്തി അരക്കാനാ. അതിന് നീ മാവേ തരണോ? എന്നാ എന്റെ കൊരങ്ങൻ ചേട്ടൻ കേറ്. ഛെ, ആൺകൊരങ്ങേ, വേഗം മാങ്ങ പറിച്ചോണ്ട് വാ. ഇല്ലെങ്കിലേ കഞ്ഞിക്ക് ചമ്മന്തി ഉണ്ടാവില്ല. ആഹാ, ഛെ, നിക്കടെ അവിടെ. നീ അവിടെ നിൽക്കാൻ. അയ്യോ. വാ 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 ഇവിടെ. വാ വാ. ചേട്ടന്റെ ചെവി. പിന്നെ അമ്മ
അമ്മേ പെണ്ണ് മരം കയറുന്നു. ചമ്മന്തിക്ക് 2 മാങ്ങ വരയ്ക്കാൻ കയറിയതാ. അതെ അതെ, കയ്യോ കാലോ തെറ്റി താഴെ വീണാ പിന്നെ ഇവിടെ ഒന്നിനും കൊള്ളത്തില്ല. മോളെ നീ ഇതിന് കാപ്പി എടുത്തു കൊടുക്കും. എനിക്ക് വേണ്ടമ്മേ, ഞാൻ കുടിച്ച. ആ സരസ്വതി അമ്മയുടെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് ഉറക്കം വരത്തില്ലല്ലോ. ഓ എന്ത് കാപ്പിയാ, ഇവിടുത്തെ കാടിവെള്ളം പോലൊന്നും അല്ല, നല്ല സൂപ്പർ ഫൈൻ കാപ്പി. അമ്മ പിണങ്ങിയോ? ഞാൻ ഇവിടുന്ന് ഒരു കാപ്പി കുടിക്കണമെന്നല്ലേ ഉള്ളൂ. ഏറ്റു ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ആ നിന്നെ ഇന്ന് കവിത അന്വേഷിച്ചു. ആ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നാലെന്താ? ഞാനല്ലേ എപ്പോഴും അങ്ങോട്ട് പോറുള്ളത്. അവള് നിന്നെ പോലാണോ? അവൾ അങ്ങനെ എങ്ങും പോകാൻ പാടില്ല. അതെന്താ? ഭർത്താവ് മരിച്ചെന്ന് കരുതി പുറത്തിറങ്ങിക്കൂടെ? ഓ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലടി കൊരങ്ങേ. പാവം, അവളുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സിനാകപ്പാടൊരു വിഷമം. രാജേന്ദ്രന് കവിതയും മിനിയും എന്ന് വെച്ചാ ജീവന. ആ എല്ലാം വിധിയ. ഇല്ലെങ്കിൽ കടയിൽ നിന്ന് സാധനവും വാങ്ങി സ്കൂട്ടറിൽ വന്ന് കയറുമ്പോ ബസ് വന്നിടിക്കണം. ഓ ഓർക്കാൻ കൂടി വയ്യ. ഞാനും ദാസും രാജേന്ദ്രനും ഒന്നിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ മറക്കാൻ കഴിയില്ല. കഞ്ഞി കുടിക്കും മോനെ. ഹലോ മിസ്റ്റർ ശാന്തിലാൽ. രാജേന്ദ്രൻ here. Yeah. I will send it tomorrow. Tomorrow evening. Yeah. അങ്കിൾ, Yeah, definitely. അങ്കിൾ. Yeah. 1 മണിക്കൂർ ട്രൈ ചെയ്തിട്ട് കിട്ടി കോളാ. ഇനി 1 മണിക്കൂർ ട്രൈ ചെയ്താലേ കിട്ടുള്ളൂ. കൈയും കാലം വെച്ചോണ്ട് വെറുതെ എടുക്കുന്നു. നിനക്ക് ഫോണിലാണ് കളിക്കുന്നത്. കോടുന്നു. മിനിമോളെ അങ്ങള് വെറുതെ പറഞ്ഞതല്ലേ. അങ്ങളോട് പണങ്ങിയോ?